ദുബായിലെ തിരക്കേറിയ തെരുവുകളിൽ സഞ്ചരിച്ചു മടുത്തു. നഗരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ദുബായിലെ ആധുനിക ട്രാം സംവിധാനത്തിൽ കയറി യാത്ര ചെയ്താലോ? ദുബായ് ട്രാമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റി നോക്കിയാലോ? ദുബായിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദിസ് ഇസ് സമയ ആൻഡ് വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് അവർ ട്രാവൽ ടോക്സ്. 2014 പൊതുഗതാഗതമായി ആരംഭിച്ച ഒരു ലൈറ്റ് റെയിൽ ട്രാൻസിസ്റ്റ് സിസ്റ്റമാണ് ദുബായ് ട്രാം. ഇത് ദുബായ് മറീന, ജുമൈറ ബീച്ച് റെസിഡൻസ്, അൽസുഫ് എന്നീ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഇത് യൂറോപ്പിന് പുറത്തുള്ള ആദ്യത്തെ ട്രാം പ്രോജക്റ്റ് ആണ്. കൂടാതെ ഗ്രൗണ്ട് ബേസ്ഡ് ഇലക്ട്രിക് സപ്ലൈ സിസ്റ്റമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ട്രാക്കിലൂടെയാണ് ട്രാം പോകുന്നത്. അപ്പം ഇതിൻ്റെ അകത്താണ് വൈദ്യുതി സംവിധാനങ്ങളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വയറുകൾ അല്ലെങ്കിൽ കേബിളിന്റെ ആവശ്യമില്ല. ദുബായ് മെട്രോയിലെ റെഡ് ലൈനിലെ സ്റ്റേഷനുകളായ ശോഭ റിയൽറ്റി അല്ലെങ്കിൽ DMCC എന്നീ സ്റ്റേഷനുകളിൽ ഇറങ്ങിയാൽ ദുബായ് ട്രാമിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത്. ഞാൻ ഇറങ്ങിയത് ശോഭ റിയൽറ്റി മെട്രോ സ്റ്റേഷനിലാണ്. ഈ സ്റ്റേഷനുമായി കണക്ട് ചെയ്യുന്ന ട്രാം സ്റ്റേഷന്റെ പേര് ദുബായ് മറീന എന്നാണ്. അപ്പോൾ നമ്മൾക്ക് പോകാം ട്രാം സ്റ്റേഷനിലേക്ക്. ഇതാണ് ട്രാം വരുന്ന പ്ലാറ്റ്ഫോം. ഇവിടെ ട്രാം വരുന്നതിൻ്റെ സമയം, ഗോൾഡ് ക്ലാസ് ഏത് സൈഡിലാണ് എന്നതിനെ പറ്റിയുള്ള ഡിസ്പ്ലേ ഇവിടെ നൽകിയിരിക്കുന്നു. പ്ലാറ്റ്ഫോം സ്ക്രീൻ ഡോറുകൾ ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യ ട്രാംവേ ആണിത്. പ്ലാറ്റ്ഫോം സ്ക്രീൻ ഡോർ എന്ന് വെച്ചാൽ ഓരോ സ്റ്റേഷനിലെ ഡോറും ട്രാമ്പിൻ്റെ ഡോറുമായിട്ട് പെർഫെക്റ്റ് അലൈൻമെൻറ്റിലാണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സേഫ്റ്റി നൽകുന്നു. അതുമാത്രമല്ല, ട്രാമ്പിലും സ്റ്റേഷനിലും ഫുള്ളി എയർ കണ്ടീഷൻഡും ഫ്രീ വൈഫൈയും നൽകുന്നു. നോൾ കാർഡ് ഉപയോഗിച്ച് തന്നെയാണ് ട്രാമ്പിലും യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഈ മിഷനിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം വേണം ട്രാമ്പിൽ കയറാൻ. ട്രാമിനുള്ളിൽ 3 ക്ലാസ്സുകളാണുള്ളത്: വുമൺ ആൻഡ് ചിൽഡ്രൻ, സ്റ്റാൻഡേർഡ് ആൻഡ് ഗോൾഡ് ക്ലാസ്. ഇതിൽ ഗോൾഡൻ നോൾ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഗോൾഡ് ക്ലാസ്സിൽ പ്രവേശനം. പുറത്ത് നിന്ന് നോക്കിയാൽ ഏത് ക്ലാസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഗോൾഡ് ക്ലാസ്സിലാണ് ബൈ മിസ്റ്റേക്കിൽ നമ്മൾ കയറിയതെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ട്രാമ്പിനുള്ളിലൂടെ തന്നെ നമുക്ക് മറ്റ് ക്ലാസ്സുകളിലേക്ക് മാറാവുന്നതാണ്. ഇത് ദുബായ് മെട്രോ പോലെ ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ല. ഇതിൽ ഡ്രൈവറുണ്ട്, നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. ട്രാം റോഡിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ നടന്ന സ്ഥലങ്ങൾ കാണുകയും അതിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന അതേ ഫീല് തന്നെയാണ് ഈ ട്രാമ്പിൽ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുന്നത്. മിനിമം 3 ദിർഹംസ് മുതൽ മാക്സിമം 7.5 ദിർഹംസ് വരെയാണ് സിൽവർ നോൾ കാർഡിലാവുന്നത്. ദുബായ് ട്രാമിന് ആകെ 11 സ്റ്റേഷനുകൾ മാത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേഷനിലാണോ ഇറങ്ങുന്നത് ആ സ്റ്റേഷനിൽ നമ്മുടെ നോൾ കാർഡ് ചെക്കൗട്ട് ചെയ്യുകയും വേണം. ഇതൊക്കെയാണ് ദുബായ് ട്രാമിന്റെ വിശേഷങ്ങൾ. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇത്രയും സസ്റ്റൈനബിളും ഇന്നോവേറ്റീവ് ടെക്നോളജിയും ഉപയോഗിക്കുന്ന മറ്റൊരു സംവിധാനവുമില്ല. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് യുവർ നോൾ കാർഡ് ഫോർ എ വണ്ടർഫുൾ ട്രിപ്പ് ഓൺ ദുബായ് ട്രാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ദിസ് ഇസ് സാമിയ സൈനിങ് ഓഫ്. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.